മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 16. അത് കേട്ടതും പങ്കുവിൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി. കാരണം ചുമ്മാ വിളിച്ചു പറയുന്നത് ബോധമില്ലാതെയാണെങ്കിലും കണ്ണേട്ടൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ അവന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. നീ എന്താ നോക്കി നിൽക്കുന്നേ? വേഗം താഴേക്ക് ഇറങ്ങിപ്പോവാൻ നോക്ക്. അവർക്കായി കാത്തു നിൽക്കുന്നവനോട് മാധവ് ദേഷ്യത്തിൽ പറഞ്ഞു. ഭയത്തോടെ തലയാട്ടിക്കൊണ്ട് ടെറസിൽ നിന്നും താഴേക്കിറങ്ങാനുള്ള വാതിലിന് നേർക്ക് വേഗത്തിൽ ഓടിയവൻ. ആ പിന്നെ ഒന്ന് നിന്നേ. വാതിലിന് നേർക്ക് പാഞ്ഞവൻ കണ്ണൻ്റെ ഉച്ചത്തിലുള്ള പിൻവിളി കേട്ടതും പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. എന്താ കണ്ണേട്ടാ? പങ്കു ഒട്ടൊരു പതറിച്ചയോടുകൂടി അവർക്ക് നേരെ തിരിഞ്ഞു നോക്കി. നിന്റെ കയ്യിലിരിക്കുന്ന സാധനം മതിലിന് പുറത്ത് എവിടെയും വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് നീ ഈ വീടിൻ്റെ പടി ചവിട്ടിയാൽ മതി. മാധവിൻ്റെ ഒച്ച ദേഷ്യത്തിൽ പൊങ്ങിയതും പങ്കു സമ്മതത്തോടെ തലയാട്ടി കാട്ടി. എന്നാ പോയി കളഞ്ഞിട്ട് വാ. മാധവ് അമർത്തിയൊന്ന് മൂളിയതും പങ്കു ജീവൻ കയ്യിൽ പിടിച്ചെന്നതുപോലെ താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങി. അവൻ്റെ പിന്നാലെ കണ്ണൻ താഴേക്ക് നടന്നു. ആ കാലിനെ എനിക്കിഷ്ടമല്ല പങ്കു. അങ്ങേരെ അഴുക്കനാ. അവളെ ആ നിതയെ ഓഫീസിൽ കൊണ്ടുവന്നു. ഓഫീസിൽ ജോലി കൊടുത്തേക്കുന്നു. അങ്ങനെയുണ്ടല്ലോ. മാധവിൻ്റെ കഴുത്തിലൂടെ 2 കൈകളും പിണച്ചു ചുറ്റിക്കൊണ്ട് ചുമ്മാ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ പിളർത്തി ബോധമില്ലാതെ. നിനക്കറിയോ പങ്കു, അവൾ ഒറ്റയൊരുത്തി കാരണവ. ആ കാലൻ എന്നോട് ദേഷ്യം. എന്തൊക്കെയോ പറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ നാവ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഡി, മിണ്ടാതെ അടങ്ങിക്കിടന്നോണം. കണ്ടതെല്ലാം വലിച്ചു കയറ്റിയതും പോരാ, അവിടെ ഒരു കൈക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ബോധമില്ലാത്തവളുടെ സംസാരവും കൂടി ആയപ്പോഴേക്കും കണ്ണന് ഭ്രാന്ത് പിടിച്ചിരുന്നു. അവൻ പെണ്ണിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് മുന്നോട്ടേക്ക് കാലുകൾ നീക്കി. എന്നെ വഴക്കു പറയാ? പെണ്ണ് പൊടുന്നനെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഡി, വാ മൂടടി. പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നവൻ ചുമ്മുവിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടതും പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കി. പാതിരാത്രി കിടന്നുറങ്ങുന്നവർ അവളുടെ കരച്ചിൽ കേട്ടാൽ എഴുന്നേറ്റ് വരുമോ എന്നൊരു സംശയം അവനുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വഴക്കു പറഞ്ഞു. അവൾ കരച്ചിൽ നിർത്താൻ കൂട്ടാക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ പുലർത്തി. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അതും കൂടി കണ്ടതും ചെക്കൻ കണ്ണു മിഴിച്ചു. നീ പോടാ. ഇടത്തെ കൈകൊണ്ട് അവൻ്റെ മീശയിൽ പിടിച്ചൊരു വലി കൊടുത്തു പെണ്ണ്. ഡീ. മാധവിന് നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു. എന്നെ വഴക്കു പറഞ്ഞില്ലേ? അവൻ്റെ മുഖത്തെ വേദന കണ്ടതും അവൾ വലിച്ചിടം പെട്ടെന്ന് തൂത്തുകൊടുത്തു. പെണ്ണിൻ്റെ പ്രവൃത്തിയിൽ കണ്ണൻ പെട്ടെന്ന് വല്ലാതെ ആയിപ്പോയി. ബോധത്തോടെ അല്ലെങ്കിലും 10 വർഷം മുൻപുള്ള വേദയെ അവനപ്പോൾ അവളിൽ കണ്ടു. തനിക്ക് വേദനിച്ചാൽ ഏറ്റവും കൂടുതൽ നോവുന്നവൾ, താൻ ശാസിച്ചാൽ മാത്രം കണ്ണു നിറയ്ക്കുന്നവൾ, തൻ്റെ വാലായിട്ട് നടക്കാൻ കൊതിച്ചവൾ, വീട്ടിലെ എല്ലാവരുടെയും അനുവാദം കിട്ടിയാലും തൻ്റെ തീരുമാനത്തിനു വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നവൾ, തൻ്റെ കളിക്കൂട്ടുകാരി. അവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. താൻ വഴക്കു പറഞ്ഞതിനാണോ അതോ തന്നെ വേദനിപ്പിച്ചത് കൊണ്ടാണോ എന്നറിയുന്ന ഇപ്പോഴും ആ കവിളുകൾ വീർത്താണ് ഇരിക്കുന്നത്. കണ്ണുകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. വിതുമ്പാനായി വെമ്പി നിൽക്കുന്ന ചുണ്ടുകൾ കൂട്ടിക്കടിച്ച് അകത്തേക്ക് അടക്കി പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ അവളുടെ ആ ഭാവം അവനെ പലതും അപ്പോൾ ഓർമ്മിപ്പിച്ചു. എങ്കിലും ശ്വാസം ഒന്നായത്തിൽ എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടവൻ നേരെ ചുമ്മോൻ്റെ മുറിയിലേക്ക് മെല്ലെ കയറി. വേനിച്ചോ? കട്ടിലേക്ക് കിടത്തിയിട്ടും കഴുത്തിലെ പിടിവിടാതെ അങ്ങനെ തന്നെ കിടക്കുന്നവളെ കണ്ടതും മാധവ് വല്ലാതെയായി. അവനവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു കൈയകലത്തിൽ പെണ്ണിൻ്റെ മുഖം. ആദ്യമായിട്ടാണ് ചുമ്മുവിൽ നിന്ന് അവനിങ്ങനെയൊരു അനുഭവം. കിടന്നുറങ്ങടി. അവളുടെ കൈകൾ കഴുത്തിൽ നിന്നും അഴിക്കുവാനായി ശ്രമിച്ചതും പെണ്ണവനെ കഴുത്തിൽ പിടിച്ച് വീണ്ടും അടുത്തേക്ക് വലിച്ചു കഴിഞ്ഞിരുന്നു. വേനിച്ചോ? അവളുടെ കണ്ണുകൾ വീണ്ടും അവൻ്റെ മീശത്തുമ്പിൽ പതിഞ്ഞു. കൈയെടുക്കടി, അവൻ വീണ്ടും പറഞ്ഞു. പക്ഷെ ചുമ്മു അവൻ പറയുന്നത് കേൾക്കാതെ ചെക്കൻ്റെ മീശയിലേക്ക് തന്നെ നോക്കിക്കടന്നു. അമ്മേ. ഒടുവിൽ അവനൊരു വിധത്തിൽ അവളുടെ പിടി വിടുവിച്ച് എഴുന്നേൽക്കാനായി തുടങ്ങിയതും ചുമ്മു അവൻ്റെ കവിളിൽ അടാറൊരു കടി കൊടുത്തതും ഒരുമിച്ചായിരുന്നു. കാലൻ. അത്രയും നേരം നിഷ്കളങ്കതയോടെ ഇരുന്ന പെണ്ണിൻ്റെ മുഖം പൊടുന്നനെ ദേഷ്യത്തിലേക്ക് മാറി. ബോധമില്ലാതായിപ്പോയി.
അല്ലായിരുന്നു ഒരൊറ്റ ഒരെണ്ണം വെച്ച് ഞാൻ തന്നേനെ. കവളിൽ പതിഞ്ഞു കിടക്കുന്ന പല്ലിൻ്റെ പാടിൽ കൂടി കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ അവളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ശേഷം തിരിഞ്ഞ് ആ മുറിയിൽ നിന്ന് ഇറങ്ങി സ്വന്തം റൂമിലേക്ക് പാഞ്ഞു കയറി വാതിൽ വലിച്ചടച്ചവൻ കയ്യിലിരുന്ന കുപ്പിയുടെ കവർ മതിലിന് വെളിയിൽ കളഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് കയറി വന്ന പങ്കു കാണുന്നത് കലിപ്പോടെ സ്വന്തം മുറിയുടെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന കണ്ണനെയായിരുന്നു. ചുമ്മു, ഈശ്വര, ചുമ്മുനെ കണ്ണേട്ടം വല്ലതും ചെയ്തു കാണുമോ? വെപ്രാളത്തോടെ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നവൻ കണ്ണും പൂട്ടി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ചുമ്മുനെയാണ് കണ്ടത്. വീടിൻ്റെ ടെറസിലേക്കുള്ള ഡോറിൻ്റെ ലോക്ക് എവിടെയാ മാമി? രാവിലത്തെ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാധവ് ചോദിക്കുന്നത് കേട്ട് സാവിത്രിയുടെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു. ഇതിപ്പോൾ എന്തിനാ എന്നുള്ള ചിന്തയിൽ. അതിലുപരി ഞെട്ടലായിരുന്നു അവന് തൊട്ടടുത്തായ കസേരയിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പങ്കുവിൻ്റെ മുഖത്ത്. പക്ഷെ ചുമ്മുവിൻ്റെ മുഖത്ത് മാത്രം യാതൊരു ഭാവവ്യത്യാസം ആർക്കും കാണാൻ കഴിഞ്ഞില്ല. നിനക്കിപ്പോൾ അതിൻ്റെ ലോക്ക് എന്തിനാ കണ്ണാ? കൃഷ്ണദാസന്റെ പാത്രത്തിലേക്ക് ദോശ ഒരെണ്ണം കൂടി ഇട്ടുകൊടുക്കുന്നതിനിടയിൽ മായിയാണ് അത് ചോദിച്ചത്. ആ ഡോർ എപ്പോഴും തുറന്നാ കിടക്കുന്നത്. അതങ്ങനെ കിടക്കുന്നത് നല്ലതല്ലമ്മേ. പ്രത്യേകിച്ചും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു കണ്ണൻ്റെ സംസാരം മുഴുവൻ. അതകത്തെവിടെയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യമാണോ മോനെ? സാവിത്രി പെട്ടെന്ന് തിരക്കി. വർഷങ്ങളായിട്ട് താഴിട്ട് പൂട്ടാതെ കിടക്കുന്ന ടെറസിലേക്കുള്ള വാതിലിൻ്റെ താഴും താക്കോലും കണ്ണനിപ്പോൾ എന്തിനാണെന്ന ചിന്തയിലായിരുന്നു അവരപ്പോൾ. ഇല്ല മാമി, വൈകിട്ടാവുമ്പോഴേക്ക് എനിക്ക് കിട്ടിയാൽ മതി. അവൻ അതും പറഞ്ഞുകൊണ്ട് പാത്രം കാലിയാക്കി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എടീ, ഇത് നമ്മക്കുള്ള പണിയാ. കണ്ണം പോകുന്നത് കണ്ടതും അടുത്തിരുന്നവളുടെ ചെവിയിലായി പങ്കു പിറുപിറുത്തു. മനസ്സിലായി എന്ന ഭാവത്തിൽ പെണ്ണൊന്ന് മൂളി. പിന്നീട് പാത്രത്തിലുള്ളത് കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റു. പിറകിലായി അവനും. നീ ഇന്നലെ എന്തൊക്കെ കോലാഹലങ്ങളാണ് കാണിച്ചു കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ ചുമ്മു? മുറിയിലേക്ക് കയറുന്നതിനിടയിൽ പങ്കു അവളോട് ഇത്തിരി ഗൗരവത്തിൽ തന്നെ തിരക്കി. എന്ത് കോലാഹങ്ങൾ? കാര്യമൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ പെണ്ണ് നെറ്റി ചുളിച്ചു. കോപ്പ്, ഇന്നലെ അടിച്ചു ഫിറ്റായി പൂക്കുറ്റിയായി തറയിൽ കിടന്ന നിന്നെ കണ്ണേട്ടനെ എടുത്തോണ്ട് വന്ന് മുറിയിൽ കിടത്തിയേ. പങ്കു പറഞ്ഞപ്പോഴാണ് അക്കാര്യം പെണ്ണ് ചിന്തിച്ചത് തന്നെ. ടെറസിൽ പോയിരുന്ന് കുടിച്ചത് ഓർമ്മയുണ്ട്. ചിപ്സ് വാരി കോരി തിന്നത് ഓർമ്മയുണ്ട്. മാധവിനെ പറ്റിയും നിധിയെപ്പറ്റിയും പങ്കുവിനോട് കുറ്റം പറഞ്ഞതും ചെറുതായിട്ട് മനസ്സിലുണ്ട്. പക്ഷെ പിന്നീടൊന്നും അറിയില്ല. ഒന്നും ഓർത്തെടുക്കാനും പറ്റുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ പതിവ് പോലെ താനൊന്നും തൻ്റെ മുറിയുടെ കട്ടിലാണ് കിടന്നത്. പങ്കുവായിരിക്കും കൊണ്ടുവന്ന് കിടത്തിയെന്നാണ് അപ്പോൾ താനും ചിന്തിച്ചത്. അപ്പോൾ അത് അവനല്ലായിരുന്നോ? ആ കാലനായിരുന്നോ? അവൾ സ്വയം അറിയാതെ തലയിൽ കൈവച്ചുപോയി. അതുമാത്രമല്ല, അങ്ങേരുടെ കൈ കിടന്ന അങ്ങേരെ നീ എന്തോരം ചീത്ത വിളിച്ചു എന്നറിയോ? ഞാൻ പേടിച്ചായിരുന്നേ. ബോധമില്ലാത്ത നിന്നെ കണ്ണേട്ടം മുറ്റത്തേക്ക് വലിച്ചെറിയുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചേ. അതും കൂടി പങ്കുവിൽ നിന്നും കേട്ടതും ചുമ്മാ ഒരു നിമിഷം നിന്നിടത്ത് തന്നെ നിന്നുപോയി. നീ നീ പറയുന്നതൊക്കെ ശരിയാണോ? അവളൊരു ഉറപ്പിനു വേണ്ടി വീണ്ടും ചോദിച്ചു. അല്ലാതെ പിന്നെ കള്ളം പറയേണ്ട കാര്യം എനിക്കുണ്ടോ? പങ്കു അവളെ നോക്കി പുച്ഛിച്ചു. അങ്ങേര് കണ്ടിട്ടും പിന്നെ എന്തിനാണാവോ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? സംശയത്തോടെ ചുമ്മു പോയി കട്ടിലിലേക്കിരുന്നു. ഇപ്പോൾ ചോദിക്കാതിരുന്ന ആയ കുറ്റം. നീ മിണ്ടരുത്. മനുഷ്യൻ്റെ നല്ല ജീവൻ ഇന്നലെ അങ്ങ് പോയി. ബാഗിലേക്ക് ലാപ്ടോപ്പ് എടുത്തു വെച്ചുകൊണ്ട് അവൻ ഓഫീസിലേക്ക് പോകുവാനായി തയ്യാറായി. പോ, അങ്ങേര് കണ്ട എനിക്ക് 2 തേങ്ങ. അവളും പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റതിന് ശേഷം ഓഫീസിൽ പോകുവാനായി റെഡിയാകാൻ തുടങ്ങി. എടി, ഞാൻ പോയി നമ്മുടെ വണ്ടി പാർക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് വരെ നീ അങ്ങോട്ടേക്ക് വന്നേക്ക്. അവനതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. പിന്നെയും 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു ചുമ്മുവിന് തയ്യാറാകുവാനായി. ലാപ്ടോപ്പ് ബാഗും കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവരുടെ റൂമിനെതിരായി കാണുന്ന മുറിയിലേക്ക് ഒരു കൈ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഏയ്, എന്താ നിങ്ങൾ ഈ കാട്ടുന്നേ? വിട്ടെ, എന്നെ വിടാൻ. അവൻ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടു. വിടാൻ തന്നെ അടി പിടിച്ചത്, അല്ലാതെ ഇവിടെ കിടത്താനല്ല. മുന്നിൽ നിൽക്കുന്നവൻ ഒരു കൈയാൾ അവളെ പിടിച്ചുകൊണ്ട് തന്നെ മറുകൈ കൊണ്ട് മുറിയുടെ വാതിൽ ചാരി കുറ്റിയിട്ടു. എനിക്ക് പോണം. ഒരു നിമിഷം പോലും അവൻ്റെ മുഖം കാണാൻ ഇഷ്ടമില്ലാതിരുന്നവൾ നോട്ടം വേറെ എങ്ങോട്ടേക്കോ പായിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പോയാൽ മതി.
അവൻ മീശത്തുമ്പ് പിരിച്ചു വെച്ചുകൊണ്ട് ചുമ്മുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താ? കുതറിയിട്ടും ആ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റില്ലെന്ന് മനസ്സിലായതും പെണ്ണനങ്ങാതെ അങ്ങനെ തന്നെ നിന്നുകൊടുത്തു. ഇനി മേല നിന്നെയും എൻ്റെ അനിയനെയും കൂടെ വീടിൻ്റെ ടെറസിന് മുകളിൽ കാണരുത്. കണ്ടാൽ ഞാൻ എടുക്കുന്ന ആക്ഷൻ വളരെ സീരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ അവനെയും കൂട്ടിയുള്ള ആ നൈറ്റ് റൈഡും അങ്ങ് നിർത്തിക്കൂ. അവൻ്റെ വായിൽ നിന്ന് കേട്ട സംസാരം ചുമ്മുവിൻ്റെ ദേഷ്യത്തെ ആളിക്കത്തിക്കുവാൻ പോകുന്നതായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ. വായിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിയിടാനും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെന്ന് ഒന്ന് പറയണേ.